പ്രതികളെ പിടിച്ചു. പോലീസ് ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്. കൈയോട് പോലീസ് പിടിച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന അപ്പോഴും പോലീസ് പിടിക്കുന്ന ആ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണുന്നത്. ഒരു കടയിൽ 4 പേര് 6 സംഘങ്ങൾ നട്ടാപ്പകൽ ആണ് നട്ടാപ്പകൽ വന്നാണ് കടയെ മർദ്ദിക്കാൻ ശ്രമം നടത്തിയത്. അപ്പോൾ ആ ദൃശ്യങ്ങളാണ് പോലീസ് കൈയോട് പിടിച്ചിട്ടുണ്ട്. കൈയോട് തന്നെ പോലീസ് പിടിച്ചിരിക്കുകയാണ്. കടയിൽ വന്ന് കട തകർത്ത ടീമുകളെ ഇപ്പോൾ പോലീസ് കൈയോട് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കടയിൽ 6 വരുന്ന സംഘങ്ങളാണ് ഈ കടയിൽ വന്ന് പോലീസിൻ്റെ നേരെ വരെ ആക്രമണം എടുക്കുന്ന രംഗമാണ് കാണുന്നത്. പോലീസിൻ്റെ നേരെ വരെ കൈവെക്കുന്ന രീതിയാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. 6 പേര് വരുന്ന ചെറുപ്പക്കാർ കടയിൽ വന്ന് കടം ചോദിച്ച് കൊടുക്കാതെ തന്നെ അദ്ദേഹത്തിനെ മർദ്ദിച്ചു. പോലീസുമായിട്ട് കുസ്തി കിടക്കുക. അത്രയും ക്രിമിനലാണ്. അപ്പം മറ്റുള്ളവരെ വിടുവോ? പോലീസിൻ്റെ നേരെ ഇത്രയും കുസ്തി കാണിക്കുന്നവൻ ഇപ്പോൾ മനസ്സിലായിക്കോണം ഈ കടയിൽ വന്ന് എന്ത് കുസ്തിയാണ് കാണിച്ചിട്ടുള്ളതെന്ന്. അതല്ലേ ചേട്ടാ, നിങ്ങളെ കടയിൽ വന്ന് എന്താണ് ചെയ്തത്? വന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ബഹളം ഉണ്ടാക്കി എല്ലാ കുപ്പിയെല്ലാം കുപ്പിയൊക്കെ പൊടിച്ചു പൊട്ടിച്ച് അടിച്ചു പൊടിച്ച് ദേഹത്തൊന്നും ഇറങ്ങി എൻ്റെ തലേന്ന് അടിച്ച്. തീർച്ചയായിട്ടും. ഇപ്പോൾ തലേന്ന് ഇതാണ് ഈ കടയിൽ വന്നാണ് 4 അംഗ സംഘങ്ങൾ വന്ന് കടയിൽ കുപ്പിയെടുത്തെറിയുകയും ഇവരെ മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. കൈയോട് തന്നെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പ്രതികളെ മാറി ഒളിച്ചെങ്കിലും ഒളിച്ചതേ ഇതെല്ലാം പൊട്ടിച്ച് ഇത് പൊട്ടി ഒളിച്ച്. അപ്പം ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണുന്ന. പോലീസ് ഈ കക്ഷികൾ പോലീസിന് നേരെ പോലും വഴങ്ങുന്നില്ലെന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ കട നടത്തിയ 2 അംഗങ്ങളെ കട നടത്തിക്കൊണ്ടിരുന്ന മുതലാളിമാരെ ആ കടയുടെ ഓണർമാരെ 4 പേര് സംഘങ്ങൾ വന്നാണ് മർദ്ദനം നടത്തിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ്. പോലീസ് അറസ്റ്റ് ചെയ്തിട്ടും പോലീസിന് കീഴടങ്ങുന്നില്ല. വണ്ടിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ കൈയോട് തന്നെ കക്ഷിയെ പിടിച്ചിട്ടുണ്ട്. പിന്നെ കടയിൽ വന്ന് 4 പേരാണ് കുപ്പികളൊക്കെ എടുത്ത് വെച്ച് അവരെ കഴുത്തിന് പിടിക്കുകയും ഞെരുക്കി പിടിക്കുകയും ഈ സമയത്ത് 4 പേരടങ്ങുന്ന ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ കക്ഷി ഇവിടെ അടുത്തൊരു കടയിൽ കയറി ഒളിച്ച് പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി കൃത്യമായി കക്ഷിയെ പിടിച്ചിട്ടുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. പയ്യനെ ഞാൻ കണ്ടതാണ് ഇവിടെ അങ്ങനെ അവരെ മർദ്ദിക്കുന്ന രംഗം കണ്ടത്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് എറിയുന്നത്. പിന്നെ അടയ്ക്ക് നിങ്ങൾ പോലീസ് പറയുന്ന കണക്ക് കയറി കടയേപ്പിച്ചിട്ട് ഇങ്ങോട്ട് ഈസ്റ്റ് കടയിൽ മർദ്ദനം നടത്തിയ കടയിൽ മർദ്ദിച്ചിരിക്കുന്ന അപ്പോൾ കടയിലെ ആ ദൃശ്യങ്ങളാണ്. നമ്മുടെ നാട്ടിൽ നീതിയുണ്ട്, നീതിപാൽമാരുണ്ട്. 6 പേർ വിചാരിച്ചാൽ ഇവിടെ എന്ത് നടക്കും എന്നുള്ളതാണ്. പോലീസിൻ്റെ കസ്റ്റഡിയിൽ തന്നെ ആയിരിക്കുന്നു. നമുക്ക് അറിയാം കൈയോട് തന്നെ അത് പോലീസ് വളരെ ഇവിടെ അടുത്ത് പരിശോധന വരെ നടത്തി. അടുത്തൊരു റൂമിലാണ് അടുത്തൊരു കടയിൽ കയറി ഒളിച്ചൊരു പ്രതിയെ 6 പ്രതിയെ കിട്ടിയെന്നുള്ളതാണ്.